welcome to Homemade. ഹലോ, വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് അല്ലെങ്കിൽ വാഴച്ചുണ്ട് വെച്ചിട്ട് നല്ലൊരു പരിപ്പ് വട ഉണ്ടാക്കാം. പുറമേ ഉള്ള മൂത്ത ഭാഗമെല്ലാം നമ്മൾ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. രണ്ട് മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. അഞ്ചാറ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നോ രണ്ടോ കഷ്ണം ഇഞ്ചി നമുക്ക് പൊടി പൊടിയായിട്ട് അരിഞ്ഞോ ചതച്ചോ എടുക്കാം. ഒരു 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ഒരല്പം കുരുമുളകും കൂടെ മാത്രമേ ചേർക്കുന്നുള്ളൂ. കറിവേപ്പിലയും കൂടെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഒത്തിരി ചെറുതാക്കണമെന്നില്ല, നമുക്കിതൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. ഏകദേശം ഒരു മീഡിയം സൈസിലങ്ങ് അരിഞ്ഞെടുത്താൽ മതി. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. കംപ്ലീറ്റ് അരയേണ്ട കാര്യമില്ല, ഒന്ന് ചതച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിന് ചതച്ചെടുക്കാം. കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ട് നമ്മൾ പരിപ്പ് വടയ്ക്ക് അരയ്ക്കുന്ന പോലെ ഇത്തിരി തരിതരിപ്പായിട്ട് അരച്ചെടുക്കാം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, കുറച്ച് തരിയായിട്ട് കിടന്നാലും കുഴപ്പമില്ല, ആ രീതിയിൽ അരച്ചെടുക്കാം.
അരിഞ്ഞു വെച്ചിരിക്കുന്നതെല്ലാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പരിപ്പും വാഴയ്ക്കയും കൂടെ ചതച്ചെടുത്തതിനകത്തേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്പം കായപ്പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് മതി. ഇതെല്ലാം കൂടെ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കയ്യിൽ വെച്ച് പരത്തി നമ്മുടെ പരിപ്പ് വടയുടെ ഷേപ്പിലാക്കി വറുത്തെടുക്കാം എണ്ണ ചൂടാകുമ്പോൾ. നല്ല മുരിഞ്ഞ വാഴക്കൂമ്പ് പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് പരിപ്പുവടയുടെ. അതുപോലെ തന്നെ ഉള്ളിൽ നല്ല കട്ട്ലറ്റിൻ്റെയും ടേസ്റ്റ് ഉണ്ടാവും. ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്